ഞാൻ വീണ്ടും നമ്മുടെ ഈത്തപ്പഴത്തോട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, നമ്മളിങ്ങനെ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ വീണ്ടും ഞാൻ വന്നിവിടെ നോക്കും കായൊക്കെ ഏത് പരുവായിട്ടുണ്ട്. അപ്പോൾ അതാ കായ് ഇത്തിരി കൂടെ വലിപ്പം വെച്ച് കണ്ടില്ലേ, ഇത്തിരിയൊക്കെ വലിപ്പം വെച്ച് കുറേയൊക്കെ അതാ താഴെ തൊഴിഞ്ഞ് കിടപ്പുണ്ട്, വാടി കണ്ടില്ലേ. ഇടയ്ക്കൊക്കെ ഇതാ കരിഞ്ഞിരിപ്പുണ്ട്. ഇതൊക്കെ വാടി പഴുത്താണ് കേട്ടോ, ആയിട്ടില്ല. ഇതൊക്കെ വാടി പഴുത്താണ് കേട്ടോ. ഇത് വെയിൽ കൊണ്ട് വാടിയതാണ് കണ്ടില്ലേ. ഇത് മധുരം കാണത്തില്ല, ഇത് നല്ല വിളയാണ്. വിളഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതെവിടെയൊക്കെ ഉണ്ട് ഇല്ലേ. ഇതാ ഇവിടെ വലിയൊരു ഈത്തപ്പനുണ്ട് കേട്ടോ, ഇത്തിരി വലിപ്പം കൂടിയതാണ്, വലിയ മരം. ഇത് കോണി വെച്ചാലേ കയറാൻ പറ്റുള്ളൂ. ഇതൊരു ചെറിയ തൈ മരമാണ് കേട്ടോ, അത് നല്ലോണം വാരി കാച്ചിട്ടുണ്ട് ഇതിലെ. ഇടയ്ക്കൊക്കെ ഉണ്ട്, ഇത് ഇടയ്ക്കൊക്കെ വാടി നിൽപ്പുണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് നിന്ന് വാടി പഴുത്താണ് കണ്ടില്ലേ. ഇത് മധുരമൊന്നും കാണില്ല, ഇത് പിഞ്ചാണ്. ഇത് വെയിൽ കൊണ്ട് വാടിയതാണ് കണ്ടില്ലേ. കണ്ടില്ലേ, ഒരു 2 മാസം കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല വൃത്തി എല്ലാം നല്ല നിന്ന് പഴുക്കും. ഇതൊക്കെ പച്ച കളറല്ല, ഇനി അടുത്ത് ഇതൊക്കെ മഞ്ഞ കളറായി പിന്നെ ഈ നല്ല തവിട്ട് നിറത്ത് വരും, നല്ല അടിപൊളിയായിട്ട് വരും. ഇനിയും വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ വീഡിയോസ് കാര്യം ഞാൻ ഇടുന്നത് കേട്ടോ. ഇത് തൈയാണ്, വേറെ ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് വേറെ ഉണ്ട്. ഇതാ ഇതിലൊക്കെ ഒരുപാട് തൊഴിഞ്ഞിട്ടുണ്ട്, ഇതിലൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ചോദിച്ചു. പിന്നെ ഇതാ വേറെ വലിയ മരമാണ് നിൽക്കുന്നത് അതിലെ. പിന്നെ ഇത് മാംഗോ ആണ് കേട്ടോ. മാംഗോ ഒരുപാട് കാച്ചിട്ടുണ്ടായിരുന്നു, ചൂടായതുകൊണ്ട് കുറേയൊക്കെ തൊഴിഞ്ഞു പോയി. അതാ 2 മാംഗോ ഉണ്ട് കേട്ടില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈത്തപ്പഴം തോട്ടമാണ് കേട്ടോ, ഈത്തപ്പനയുടെ തോട്ടമാണ്. ഇത് മാത്രമല്ല വേറെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വീട് പണി ചെയ്യണോണ്ട് വേലി കെട്ടിക്കുന്നതുകൊണ്ട് പോകാൻ പറ്റില്ല. മാംഗോ, അത്തിപ്പഴം അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ ഇവിടെ അടുത്തിട്ടുണ്ട്. ഇത് നാരങ്ങ കേട്ടോ. പിന്നെ താണ്ട ചെവിര് ചേർന്ന് നാരങ്ങളൊക്കെ തൂങ്ങിയിട്ടുണ്ടല്ലോ, വലിയ നാരങ്ങ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.